ഗുരുവായൂരിന്റെ പവിത്രമായ മണ്ണിൽ അരങ്ങുണരുന്നു പുതിയൊരു വസ്ത്രോത്സവകാലം. കേരള ടെക്സ്റ്റൈൽസ്, അണിയൂ അഭിമാനത്തോടെ ഈസ്റ്റർ. കാശി മൊത്തം കളിക്കണ്ടായിരുന്നില്ല. ആരും കാണല്ലോ. സുഖല്ലേ? എന്തുണ്ട് ചേച്ചി? കൊടുത്തുല്ലോ. ചേച്ചി ഒരു കുപ്പിയുള്ളു. കഴിക്കാൻ എന്തെങ്കിലും? കപ്പയും മീൻ കറി ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഉണ്ട് കേട്ടോ. എങ്കിൽ 4 പ്ലേറ്റ് പോന്നോട്ടെ. ഇന്നത്തെ ചെലവ് നിന്റേതായിക്കോട്ടെ. നീയല്ല ഓർഡർ ചെയ്ത്. എൻ്റെ കയ്യിൽ എവിടുന്ന കാശി? രമണി ഒരു കുപ്പി കള്ള്. ജോസേട്ടാ അധികമായിട്ടാ. മുൻപത്തെ പറ്റി തന്നെ അധിക. രമണി നിനക്ക് തരാനുള്ള മുഴുവൻ പൈസ വന്നിട്ട് ജോസ് പോകണം. തരും. ഇത് കുടിക്കേ. ഇതാർക്കാ പകുതികള്? ഇത് നിനക്കെന്നാ? നീ ഇത്ര കുടിച്ചാൽ മതി.
ഞങ്ങളുടെ അവസരമല്ലേ നീ. അതെ, ഇതെന്റെ പങ്ക്. എല്ലാവരും വാരിയിട്. എന്നും നിനക്ക് വേണ്ടി കാശ് ചെലവാക്കാനേ എനിക്ക് പറ്റില്ല. റേഷൻ നീ എത്ര ഇടുന്നു? എന്റെ കയ്യിൽ കാശില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓസിക്ക് ആസിഡ് കിട്ടിയ കുടിക്കുന്ന ആളല്ല നീ. ഞങ്ങൾ ഇതൊക്കെ പണിയെടുത്തുണ്ടാക്കുന്ന കാശാണ്, വെറുതെ കിട്ടണമെന്നല്ല. നിനക്ക് വല്ല പണിക്ക് വെക്കൂറാ തേങ്ങ ഉണ്ടാക്കാനായിട്ട്? എന്താ ഇവിടെ തർക്കം? രാജേഷ് എവിടെ പോണു? അവിടെ ഇരിക്കെ. നിനക്ക് അവര് കള്ളതില്ലെങ്കിൽ ഞാൻ തരും, സങ്കടപ്പെട്ടു പോണ്ട. വേണ്ട ചേച്ചി, എന്റെ വയറ് നിറഞ്ഞു. ഏയ് അവര് പറയുന്ന കാര്യമാക്കണ്ട. അതല്ലേ ചേച്ചി, അവരെന്റെ സുഹൃത്തുക്കളാ. അവരെന്താ വെച്ചാ പറഞ്ഞോട്ടെ, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവൻ പോയിക്കോട്ടെ, ഒരു ഉപകാരമില്ല അവനെ കൊണ്ട്. നിങ്ങൾ അവനെ കളിയാക്കി വിട്ടത് ശരിയായില്ല. നിങ്ങൾക്കൊപ്പം ഇത്രയും കാലം ഒരുമിച്ച് നടന്നവനല്ലേ അവൻ. നിങ്ങളെക്കാൾ വിദ്യാസമ്പന്നൻ. ഇന്നല്ലെങ്കിൽ നാളെ വരുമാനം ഉണ്ടാകും അവന്. ഇത് കുറെ കാലമായിട്ട് കേൾക്കണതാ. ഉം. അടിക്കടാ. ആ രമണജിയെ എത്രയായി? ഇങ്ങോട്ട് താ. 20 കൂടെ താടാ. തരാം തരാം തരും. തരാന്ന് പറഞ്ഞല്ലേ. ഒരു മരട്ടെ. കൈതോല പായ വിരിച്ച് രമണേച്ച വന്നോ? ഒരു മുമ്പ് കള്ളെടുത്ത എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇന്നെന്താ നേരം വൈകിയോ? എന്തു പറ്റി? എക്സ്ട്രാ കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു. നിനക്കെന്താ മുഖത്തിന് ഇത്ര ഗൗരവം? ജോലി എന്തായി? എന്തെങ്കിലും ശരിയായോ? ഞാൻ ജോലി അന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. ജോലി കിട്ടിയിട്ട് വേണം നിന്നെ സ്വന്താക്കാൻ. സുഖിപ്പിക്കല്ലേ. ജോലി അന്വേഷണം ഞാൻ കണ്ട് ഷാപ്പില്. രാജേഷ് സീരിയസ് ആവും. വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട് കല്യാണത്തിന്. ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിവാക്കാണ്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നാളെ നല്ലൊരു ആലോചന വരുന്നുണ്ട്. രാജേഷ് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടുപിടിക്കൂ. ശരി പോട്ടെ. നിനക്കും വല്ല വട്ടുണ്ടോടി? കൂലിയും വല്ലാത്ത ഇവനെയൊക്കെ പ്രണയിക്കാൻ. എടി നീ എന്ത് കണ്ടിട്ടാ? മോളെ, നിന്റെ ഭാവി നിശ്ചയിക്കേണ്ട നീയാ. പൊട്ടക്കിണറ്റ് ചാടിയ നീന്തി കയറാൻ ബുദ്ധിമുട്ടാ. എടി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. നിനക്ക് ഇതിനേക്കാൾ നല്ല ബന്ധം കിട്ടും. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഞാൻ പോണു. അവിടെ നിൽക്കടാ, നിൽക്കടാ, നിൽക്കാൻ. എവിടെ 50 രൂപ? ഇപ്പൊ കാശില്ല, നാളെ തരാം. നാളെ തരാനൊന്നും പറ്റൂല. പൈസ പോണ്ടല്ലോ കയ്യില്. നീ അവിടെ നിൽക്ക്. എന്റെ കയ്യിൽ കാശില്ലേട്ടാ. പലചരക്ക് മേടിക്കാനുള്ള. പലർക്കൊക്കെ ഇരിക്കും മേടിക്കാനുണ്ട്. കുറെ ദിവസമല്ല എന്റെ അടുത്ത് പൈസ മേടിച്ചിട്ട്. ബാക്കി തരാൻ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. തൽക്കാലം ടിക്കറ്റ് വെച്ചോ. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. നീ ഇത് വെച്ചാ മതി. നീ ഇത് പിടിച്ചേ. പവിത്രന്റെ വീട് എവിടെയാ? എന്താ കാര്യം? ആളുടെ മോളെ ഒന്ന് കാണാനാ. ഇതാ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ് കഴിഞ്ഞാൽ ആ കാണുന്നത്. ഓക്കെ, താങ്ക് യു.
പ്രസാദം. വാ കേറിയിരിക്കും. ഇതാണ് പയ്യൻ. പേരെന്താ? സുമൻ. എന്ത് ചെയ്യുന്നു? ഗൾഫില് ഹോട്ടൽസാ. എവിടെയാ? ദുബായില് ദേരയില. എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ? മോളെ ഇതാണ് പയ്യൻ. എന്താ പേര്? നിമ്മി. എന്ത് ചെയ്യാ? M.Com പാസ്സായി, ഇപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നു. എന്നാ ശരി. ചെക്കനെ ഏകദേശം ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ കുട്ടിയുടെ ജാതകം കിട്ടിയാലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളായിട്ട് നീക്കായിരുന്നു. ആ കുറിപ്പ് ഇങ്ങ് എടുത്തോ. ശരി. അത് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നു. ആ നിമ്മിയാണല്ലോ. എന്താ നിമ്മി, എന്താ വിശേഷം? വിശേഷം ഞാൻ പറയാം. എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനെ ജോലി ഗൾഫിലാ. ആളെ ഞാൻ കണ്ടു. രണ്ടു വീട്ടുകാർക്ക് സമ്മതമാണ്. നിമ്മിയുടെ അഭിപ്രായം എന്താ? രാജേഷ് ഒന്നും വിചാരിക്കരുത്. എനിക്കെൻ്റെ വീട്ടുകാരെ എതിർക്കാൻ സാധ്യമല്ല. രാജേഷ് നല്ലൊരു ജോലി നേടി വേറൊരാളെ വിവാഹം കഴിക്കും. എന്നെ മറന്നേക്കും. ഹലോ നിമ്മി, നിമ്മി, ഹലോ. രാജേഷിനെ കണ്ടിരുന്നോ? ആര്? നമ്മുടെ ആസിഡാ? ആ ആസിഡ് രാജേഷ് തന്നെ. അവനാ വീട്ടിലുണ്ടാവും ചേട്ടാ. ആ എന്താ നിന്റെ കയ്യില് ജോക്കറാ? നിന്റെ മോന്തിൻ ജോക്കർ ഒരേപോലെടാ. രാജേഷ് ഇല്ലേ? ഇല്ല, എന്താ കാര്യം? രാജേഷിന് ലോട്ടറി അടിച്ചു, അത് പറയാൻ വന്നതാ. ഹലോ ചിത്ര, എന്താ വിശേഷം? വിശേഷം അറിഞ്ഞില്ലേ? രാജേഷിന് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. ഹലോ ഹലോ നിമ്മി. ചങ്ങായിസ് വാടാ, നമുക്ക് ഓരോ കുപ്പി കള്ളു കുടിക്കാം. ഞങ്ങളില്ല. കൂപ്പുണ്ടാക്കാൻ വന്നിക്ക. മര്യാദക്ക് കളിക്കണം. എൻ്റെ കയ്യിൽ കാശുണ്ട്, വാടാ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇന്നത്തെ ചെലവ് എൻ്റേതാണ്, വായോ. കളിക്കാനും സമ്മതിക്കില്ല. വേ നടക്കടാ. എന്തിനാ വെറുതെ നാണം കെടാൻ വേണ്ടിയിട്ടല്ലേ? നോക്കി വെക്കാം നമുക്ക്. കാശ് കൊടുത്തില്ലെങ്കിൽ പെടൂട്ടാ. എനിക്ക് വിശ്വാസമില്ല. വാടാ. എനിക്ക് നല്ല സംശയം കേട്ടോ. അവനെ നന്നാ പറ്റുമോ? കൊടുക്കൂടാ. രമണേച്ചേ 4 കുപ്പി കള്ള്. വേറെന്താ പറയണ്ടേ? കഴിക്കാൻ എന്താ ഉള്ളത്? കപ്പയും ചിക്കനും എടുക്കട്ടെ? അമ്മ 2 പ്ലേറ്റ് പോന്നോട്ടെ.
ശരിക്കും ഉണ്ട് ചെലവാടാ. ഇന്നത്തെ ചെലവ് സൂപ്പർ. രാജേഷേ, നിന്റെ ചെലവ് അടിപൊളി. വെറുതെ സംശയിച്ചു. കൂട്ടുകാരെ, ഇനി എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട. എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതുപോലെ നിങ്ങൾ ഒരുപാട് ചെലവ് എനിക്ക് തന്നിട്ടുണ്ട്. അന്നൊന്നും എൻ്റെ കയ്യിൽ പണമില്ലടാ. ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാ, പണത്തെ അല്ലടാ. എനിക്ക് പണത്തേക്കാൾ വലുത് നിങ്ങളാടാ. എൻ്റെ ചങ്കാണ് ചങ്ങാതികൾ.